വിവാദ വീഡിയോകളാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആർജെ ബിൻസിയുടെയും അപ്പാനി ശരത്തിന്റെ ഒരു വീഡിയോ അല്ലെ? ആ വീഡിയോ ഒരെണ്ണം എന്റെ ഉണ്ട്. ഇതാണ് ആ വീഡിയോ, കാണുന്ന ഒരു വീഡിയോ. ഇതിന്റെ ഒറിജിനൽ ഫൂട്ടേജ് നമ്മുടെ ഉണ്ട്. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ദിവസം മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ നിങ്ങൾ എത്ര പേര് കണ്ടു, എത്ര പേരുടെ ശ്രദ്ധയിൽ പെട്ടു എന്നറിയില്ല. ആർജെ ബിൻസിയും അപ്പാനിയും റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു വിഷയം. ആ വിഷയത്തിലുള്ള വീഡിയോ ഞാൻ ഒരിക്കലും എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്കറിയാം ഇതൊരു വലിയ കോൺട്രവേഴ്സിയൽ ടോപ്പിക് ആവും എന്നുള്ളത്. ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ ആർജെ ബിൻസിനെയോ അപ്പാനീനെയോ ഓർത്തിട്ടല്ല, അപ്പാനീൻ്റെ ഭാര്യനെ ഓർത്തിട്ടാണ്. 9 or 8 months പ്രഗ്നൻ്റ് ആയി നിൽക്കുന്ന ഒരു ലേഡി സോഷ്യൽ മീഡിയയിൽ കൂടെ കാണുകയാണ് തൻ്റെ ഹസ്ബൻഡ് വേറൊരു ലേഡീനെ ടച്ച് ചെയ്യുന്നതായിട്ടുള്ളൊരു വീഡിയോ. അത് റിലേറ്റ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയൊരു കോൺട്രവേഴ്സീസ് വരുമ്പം എത്രത്തോളം അവരെ മെൻ്റലി ഇമോഷണലി ഇത് ബാധിക്കും എന്നുള്ളൊരു കാര്യം, അതൊരു റീസൺ. രണ്ടാമത്തെ ഒരു റീസൺ, ആ വീഡിയോ എത്രയൊക്കെ കണ്ടെങ്കിലും ക്ലിയർ ആയിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു ചാനലിലും ഇതിൻ്റെ ഒരു വീഡിയോ പ്രൂഫായിട്ട് ഞാൻ കണ്ടിട്ടില്ല, അല്ല ഒരു പേജിലും ഈ വീഡിയോ വൈറലായിട്ട് കണ്ടിട്ടില്ല. ഈ വീഡിയോ ഇങ്ങനെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നു എന്നല്ലാണ്ട് എവിടുന്ന് വന്നു, എങ്ങനെ വന്നു, ആരെടുത്തു, ഇങ്ങനത്തെ പീസുകളൊന്നും കിട്ടാത്തത് കൊണ്ടും ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് വേറൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ടാൽ കുറേ ആൾക്കാർ എന്നോട് പറയാൻ പോകുന്നൊരു കാര്യമായിരിക്കും, എന്താണ് ഇത് AI വീഡിയോ ആണ്, AI ജനറേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്, സോ ഇതൊക്കെ നിങ്ങൾ ഇട്ടൊരു കുടുംബം നശിപ്പിക്കണം, ഇങ്ങനെ കുറേ റീസൺസ് ഉള്ളതുകൊണ്ട് ആ വീഡിയോ കാട്ടിയില്ലെങ്കിലും ആ വീഡിയോ റിലേറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ അഭിപ്രായം പറഞ്ഞിരുന്നു. എന്നാൽ ഇന്നൊരു ചാനലുകാർ അവരുടെ യൂട്യൂബ് ചാനലിൽ കൂടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ഇത് ഒറിജിനൽ വീഡിയോ ആണ്, ഈ വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഇതാണ് സത്യം എന്ന് പറയുമ്പോൾ വായടച്ച് നിൽക്കാൻ തോന്നിയില്ല. സോ അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. സോ എൻ്റെ ചാനലിലോട്ട് നിങ്ങൾക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ കൂടെ ഹൈപ്പ് ചെയ്യാനും നിങ്ങൾ ആരും മറക്കണ്ട. സോ നമുക്ക് ആദ്യം വീഡിയോയിലോട്ട് പോകാം. ബിഗ് ബോസിന്റെ ഇഷ്യൂ വീണ്ടും കുത്തിപ്പൊക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ബിഗ് ബോസ് പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു, എല്ലാ പരിപാടിയും കഴിഞ്ഞു, സീസൺ 8 തുടക്കമായി. എന്നിട്ടും ബിഗ് ബോസ് 7 വിവാദ വീഡിയോകളാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആർജെ ബിൻസിയുടെയും അപ്പാനി ശരത്തിന്റെ ഒരു വീഡിയോ അല്ലെ? ആ വീഡിയോ ഒരെണ്ണം എന്റെ ഉണ്ട്. ഇതാണ് ആ വീഡിയോ, കാണുന്ന ഒരു വീഡിയോ. ഇതിന്റെ ഒറിജിനൽ ഫൂട്ടേജ് നമ്മുടെ വിനൂസ് ഹബ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഒരു 5 മണിക്കൂർ മുമ്പ് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ആൻഡ് ഈ 2 വ്യക്തികൾ വളരെ ഓപ്പണപ്പായിട്ട് വന്ന് പറയുകയാണ്, നിങ്ങൾ കണ്ടിട്ടുള്ള ആ വീഡിയോ ഇതാണ്, എൻ്റെ ഫോണിൽ ആ വീഡിയോ ഉണ്ട്, ആ സാധനത്തിൻ്റെ ഒറിജിനൽ വീഡിയോ എൻ്റെ ഫോണിലുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ ഈ പെർട്ടിക്കുലർ വ്യക്തി ആ ഒരു ഒറിജിനൽ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പബ്ലിക് ആക്കിയിട്ട് കാണിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ വീഡിയോയോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല, അതൊരു സൈഡിൽ കൂടെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ വളരെ വ്യക്തമായിട്ടും വളരെ കറക്റ്റായിട്ടും ക്ലിയർ ആയിട്ടും ഈ വിനൂസ് ഹബിലെ വിനു പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ട്, ഇത് സത്യമാണ്, ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന്. അപ്പം AI അല്ല, ശരിക്കും നടന്നിട്ടുള്ള കാര്യമാണെന്നുള്ളത് ഇപ്പം മനസ്സിലായല്ലോ. ഇനി എവിടെ വെച്ച് എങ്ങനെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്, അതൊന്ന് കേട്ടു നോക്കാം. പിന്നെ ബിഗ് ബോസ് തുടക്കത്തിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ശ്രദ്ധിച്ചു. ബിഗ് ബോസ് സീസൺ 8 വരാൻ തുടങ്ങിയിട്ടും 7മായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ നിർത്തിയിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരോട് ബിഗ് ബോസ് 7മായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ നിർത്താൻ ആദ്യം ആ 7ലെ കണ്ടസ്റ്റൻസിനോട് പറയാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ ഫൈൻ, അവർ നിർത്താത്തിടത്തോളം കാലം നമ്മൾ നിർത്തിയില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ തലയ്ക്ക് കയറണം. ഇദ്ദേഹം തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്, പക്ഷെ ഇത് പുള്ളി ഇതുവരെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടില്ല. ഞാൻ ഇടത്തില്ല, കാരണം ഇത് ആക്ച്വലി എന്നറിയാം, ഇത് ഞാൻ മാത്രമല്ല ഷൂട്ട് ചെയ്തത്. ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു 10-15 പേര് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്കും ഈ ബൈറ്റ് കിട്ടി. പക്ഷെ ഈ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കൂട്ടമായ ഒരു തീരുമാനം എടുത്തു, അതായത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യരുത്. അത് കുറച്ച് നല്ല യൂട്യൂബേഴ്സ്മാർ എല്ലാവരും അനുസരിച്ചു. അത് അപ്ലോഡ് ചെയ്യരുതെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കപ്പെടാം. മനസ്സിലായല്ലോ, ഇതൊരു AI ജനറേറ്റ് ചെയ്തിട്ടുള്ള സാധനമല്ല, ഈ പർട്ടിക്കുലർ വ്യക്തിൻ്റെ ഫോണിൽ വരെയുള്ള ഒരു സാധനമാണ്. 10-19 ആൾക്കാർ, അന്നേരം ഉണ്ടായിരുന്ന ആൾക്കാർ ഫുള്ള് ഈ ഒരു സാധനം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് സംസാരിച്ച് പ്ലാൻ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു പെർട്ടിക്കുലർ സാധനം ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടൂല, കാരണം സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും ഇതൊരു വിവാദമാവും എന്നുള്ളൊരു തിരിച്ചറിവുണ്ട്. അത്രയേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. AI ജനറേറ്റ് ചെയ്ത് ഉണ്ടാക്കാത്തൊരു വീഡിയോ ഒന്നുമല്ല. ഇത് കണ്ട സമയത്ത് കണ്ട വ്യക്തികൾക്ക് തോന്നിയ ഒരു അഭിപ്രായം അവർ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ഒറിജിനൽ ജെനുവിൻ വീഡിയോ എന്നുള്ള കാര്യത്തിൽ മനസ്സിലായല്ലോ. പിന്നെ അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, ഇത്രയൊക്കെ കാണിച്ചു വെച്ചിട്ടും അതുൽ വ്ളോഗ്സ് എന്ന് പറയുന്ന യൂട്യൂബറിൻ്റെ വീഡിയോൻ്റെ താഴെ നമ്മുടെ ആർജെ ബിൻസി വന്നിട്ട് ഒരു കമന്റ് ഉണ്ട്, അതൊക്കെ നമുക്ക് പറയാം. എന്തായാലും ബാക്കി കേൾക്കട്ടെ. ഇപ്പൊ നമ്മൾ സുഹൃത്തുക്കളായിട്ട് നമ്മൾ യാത്രയാണ്, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ചിലപ്പോൾ നമ്മൾ സ്കിന്നിൽ തൊടും.
അറിയാതെ ദേഹത്ത് തൊടും. ഈ ദേഹത്ത് തൊടുന്നത് തന്റെ കാമ വെറി കൊണ്ടാണ് തൊടുന്നത് എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നതാണ് പ്രശ്നം. ഇവിടെ ആരും ആ രീതിയിൽ ചിത്രീകരിച്ചിട്ടില്ല. ഇപ്പം ഞാനും ഒരു കൗൺസിലറാണ്. ഞാൻ ചില സമയങ്ങളിൽ എൻ്റെ ക്ലയൻറ്റുമായി സംസാരിക്കുന്ന സമയത്ത് ക്ലയൻറ്റ് ഇമോഷണലി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അയാളുടെ പുറത്തിലിട്ട് തട്ടും, സാരല്ല കരയേണ്ട എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയും. ഇറ്റ്സ് വെരി കോമൺ. ചിലപ്പോൾ പല ക്ലയൻറ്റിൻ്റെയും ഭാര്യമാരും അല്ലെങ്കിൽ ഭർത്താക്കന്മാരും അല്ലെങ്കിൽ അച്ഛന്മാരും അമ്മമാരും ഒക്കെ നമ്മളുടെ മുമ്പിൽ വന്ന് കരയിലൊക്കെ ഉണ്ട്. ഇതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അല്ലാണ്ട് ഒരാളൊരു പെണ്ണിനെ ടച്ച് ചെയ്യുമ്പോഴേക്ക് ഞങ്ങൾക്കിത് വേണ്ടാത്ത രീതിയിൽ വളച്ചൊടിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലും അറിയാം, ഞാനിങ്ങനെ വേണ്ടാത്ത രീതിയിൽ ഈ വിഷയത്തെ വളച്ചൊടിച്ച് RJ ബിൻസിനെയും അപ്പാനെയും നാണം കെടുത്തുന്ന രീതിയിലൊന്നും നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ വീഡിയോ ഇട്ടു, കാണിച്ചു സോഷ്യൽ മീഡിയയിൽ. കാരണം സോഷ്യൽ മീഡിയയിലുള്ള ഒരു വീഡിയോ ആണ്. ഇത് കാണുന്ന സമയത്ത് പലർക്കും പല കാഴ്ചകളാണ്. ഇതിനെ ഒരു സുഹൃത്ത് ബന്ധം എന്ന രീതിയിൽ കാണുന്നവർ അങ്ങനെ കണ്ടോളി, ഇതിന് വേറെ ബന്ധം എന്ന രീതിയിൽ കാണുന്നവർ കണ്ടോട്ടി. മറ്റൊരാളുടെ കാഴ്ചയെ മാറ്റാനോ മറ്റൊരാളുടെ കാഴ്ചയെ കറക്റ്റ് ചെയ്യാനോ നമുക്ക് പറ്റില്ല, നമ്മളെ കൊണ്ട് സാധിക്കൂല. ഈ ഒരു വീഡിയോ ചെന്നൈയിൽ എയർപോർട്ടിൽ വെച്ചിട്ടാണ്. അതാണ് തെറ്റാ. ചെന്നൈ എയർപോർട്ട് അല്ല, ആക്ച്വലി നമ്മുടെ ബിഗ് ബോസിലെ പരിപാടി കഴിഞ്ഞിട്ട് ഇവർ പാർട്ടി എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സാഹചര്യം, വീട്ടിലേക്കല്ല അവർ റൂമിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ബൈക്കിന് വേണ്ടി ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ 10-20 പേര് വെയിറ്റ് ചെയ്യുന്നു. പക്ഷേ ഈ ബൈക്ക് തരാനായിട്ട് ഞങ്ങൾ അവർ കൂട്ടാക്കില്ല. കാരണം രാത്രിയായി. സോ അവർ സമ്മതിച്ചില്ല. പക്ഷെ ഇവർ വരുന്നതും ഇറങ്ങുന്നതും വീഡിയോ ജസ്റ്റ് എടുത്തു വെച്ചു. അതാണ് ഈ ക്ലിപ്പ്. അപ്പോൾ ഇത് എവിടുത്തെ ക്ലിപ്പാണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. എയർപോർട്ടിലത്തെ ഒന്നുമല്ല, ബിഗ് ബോസിൽ ആഫ്റ്റർ പാർട്ടി കഴിഞ്ഞ് ഇവർ ഇറങ്ങി വരുന്ന സമയത്ത് ഒരു ബൈറ്റ് കിട്ടാൻ വേണ്ടി മീഡിയക്കാർ കാത്തിരിക്കുകയായിരുന്നു. ആ ടൈമിൽ ബൈറ്റ് തരാണ്ട് ഇവർ നിന്ന സമയത്ത് ഇവരുടെ എൻട്രിയും അല്ലെങ്കിൽ എക്സിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് എടുത്ത് വെച്ചപ്പോൾ അതിൻ്റെ കൂടെ പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഈ RJ ബിൻസിയുടെ ഒരു ക്യാരക്ടർ നമുക്കറിയാം, എന്തും വെട്ടി തുറന്ന് പറയുന്ന ഒരു പ്രകൃതമാണ്. ഇപ്പം അനുമോൾക്കെതിരെ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ് RJ ബിൻസി. അതിനകത്തും തുറന്നു പറഞ്ഞിട്ടുണ്ട്. പുറത്തു വന്നപ്പോഴും ഞാൻ അടക്കമുള്ള എന്റെ ബൈറ്റിലും ഉണ്ട്. അതെന്തുകൊണ്ടാന്ന് എനിക്ക് തോന്നുന്നു വെച്ചാൽ RJ ബിൻസിക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിട്ടും പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അതൊരു പക്ഷെ PR ആയിരുന്നെങ്കിൽ RJ തന്നെ ബിൻസിനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിനുവിനെ PR ഏൽപ്പിച്ചിരുന്ന ഇച്ചുകൊണ്ട് കാലം നിന്നേനെ. അപ്പൊ അയാളുടെ ഒരു നഷ്ടബോധമാണ്, അയാളുടെ ഫ്രസ്ട്രേഷൻ കാണിക്കുന്നത്. ഈ നഷ്ടബോധം ഇറ്റ് വാസ് ഓക്കെ. ആ ഒരു 1 വീക്ക് നല്ല പ്രോപ്പറായി കളിച്ചിരുന്നെങ്കിലും ഈ RJ ബിൻസി എന്ന് പറയുന്ന വ്യക്തിക്ക് ബിഗ് ബോസിൽ നിന്ന് പോയായിരുന്നു. ആ 1 വീക്ക് പ്രത്യേകിച്ച് ഒരു കോണ്ടന്റും ചെയ്യാണ്ട് ഒരു യൂസ്ഫുള്ളും അല്ലാത്ത രീതിയിൽ ബിഗ് ബോസിൽ നിന്നതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ വോട്ട് ചെയ്യാത്തതും അല്ലെ ബിഗ് ബോസുകാർക്ക് തന്നെ ഇവരെ നിർത്തണം എന്ന് തോന്നാത്ത. ഒരു കണ്ടന്റും ചെയ്യാണ്ട് ചൊറിയും കുത്തി ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് എനിക്ക് കുറച്ചും കൂടെ അതിൻ്റെ ഉള്ളിൽ ചെയ്യാമല്ലോ എന്ന് കരുതി അതിൻ്റെ ഫ്രസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് ബാക്കിയുള്ളവരെ നിരന്ന് പിടിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറ്റം വരുമ്പോൾ കേൾക്കാൻ തയ്യാറാവണം. RJ ബിൻസി എന്തൊക്കെ ബാക്കിയുള്ള ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്, അനുമോളെ കുറിച്ച് എന്തൊക്കെ പറയുന്നുണ്ട്. 16 ലക്ഷം കൊടുത്തു എന്ന്. ഈവൻ വിനു വരെ 16 ലക്ഷം കിട്ടിയില്ല എന്ന് പറയുന്നത്. പിന്നെ RJ ബിൻസി ഇവിടുന്ന് കയറിയിട്ട് 16 ലക്ഷം കൊടുത്തു എന്ന് എന്തിൻ്റെ ബേസിസിലാണ് പറഞ്ഞത്? RJ ബിൻസി കണ്ടോ? RJ ബിൻസി കേട്ടു എന്ന് പറയുന്നത്. ലൈവിലോ അതിലോ ഇതിലോ ഒന്നും ഈ സാധനങ്ങൾ നമ്മളാരും കാണുന്നില്ല. പിന്നെ എന്തിൻ്റെ ബേസിസിലാണ്? അപ്പോൾ RJ ബിൻസിക്ക് തോന്നിയ അപവാദങ്ങൾ തോന്നിയ വ്യക്തികളെ കുറിച്ച് പറഞ്ഞിങ്ങനെ നടക്കാം. എന്നാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി RJ ബിൻസിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു ഡയലോഗോ വർത്താനോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പൊള്ളലായി, വിഷമായി, സങ്കടമായി, കരച്ചിലായി, പരാതിയായി, പരിഭവമായി. ഇതെന്ത് ഫിലോസഫിയാണ്? എന്ത് ഉദ്ദേശിക്കുന്നു ഇതിൽ? ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ളതല്ല മറ്റൊരാളുടെ തലയിൽ കയറി ഓവർ കുതിര കളിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം തലയിൽ ഒരു ദിവസം കുതിര കയറും എന്നുള്ളൊരു ബോധം ഉണ്ടാവണം. കളിക്കണം. ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഒരു ഗെയിം കൊടുത്തിട്ട് ബിഗ് ബോസിനകത്ത് പോയി ചുമ്മാ തുടങ്ങി കഴിഞ്ഞാൽ ഇല്ല അത് ഞാൻ സമ്മതിക്കണ്ട, അത് ഓക്കെ. പക്ഷെ നമുക്ക് ഗെയിം കളിക്കുമ്പോൾ ഒരു ഗ്യാപ്പ് വേണം, ഒരു ബ്രീത്തിങ് സ്പേസ് വേണം. 1 ആഴ്ച 2 ആഴ്ച ആകുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ഗെയിമിംഗ് സ്ട്രാറ്റജി ഇറക്കുന്നു. പക്ഷെ അതിന് മുമ്പേ ഔട്ടായപ്പോൾ അവസ്ഥ എന്തായാലും RJ ബിൻസി ഇതിനകത്ത് വന്നിട്ട് ആ തുടക്കം ഈ പുള്ളിക്കാരുടെ എൻട്രി ബിഗ് ബോസ് എന്ന് പറയുന്ന ആദ്യത്തെ ആഴ്ച ബ്രീത്തിങ് സ്പേസ് കൊടുക്കാനുള്ള ഒരു സാധനമല്ല. 6 സീസൺ നടന്നതാണ്. 6 സീസണിൽ ഗെയിമും കാര്യങ്ങളും നടന്നതാണ്. 7ാമത്തെ സീസണിൽ വന്നിട്ട് വരെ എനിക്ക് ബ്രീത്തിങ് സ്പേസ് വേണം, എനിക്ക് പ്ലാനിങ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അട്ടർ ഫെയിലിയറാണ്. നിങ്ങളവിടെ ജീവിച്ച് കാര്യങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നവരല്ല, നിങ്ങൾ ഗെയിം കളിക്കാൻ പോകുന്നവരാ. ഇതെന്തിൻ്റെ ബേസിസിലാണ് ഈ RJ ബിൻസിന് ഈ വിനു സബ് ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്നുള്ള കാര്യം എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. മറ്റേ പുള്ളിക്കാരൻ വളരെ വൃത്തിയിൽ വളരെ നീറ്റായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, അങ്ങനെയല്ല ഇങ്ങനെയല്ല, ഗെയിം കളിക്കണം, PR മാത്രം ഉണ്ടായിട്ട് കാര്യമല്ല. അതുപോലും മനസ്സിലാക്കാണ്ട് ബ്രീത്തിങ് സ്പേസ് വേണമെന്ന്. അങ്ങനെയാണ് ഇനി മുതൽ ബിഗ് ബോസിൽ 2 ആഴ്ച എല്ലാവരും അതിൻ്റെ ഉള്ളിൽ ബ്രീത്തിങ് സ്പേസ് കൊടുക്കാം. 3 ആഴ്ച തൊട്ട് എലിമിനേഷൻ കൊടുക്കാം. ആകെ ഒരു മാസം 4 ആഴ്ച വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ 4
8, 12 ആഴ്ച 12 ആഴ്ച ഉള്ള ഷോന് 2 ആഴ്ച ബ്രീത്തിങ് സ്പേസ്. എന്തുവാ ആണെങ്കിൽ കൊലവള്ളി പൊട്ടുന്ന രീതിയിലുള്ള പ്രകടനങ്ങളാണ് അതിനകത്ത് കാഴ്ചവെച്ചത്. അത് ആക്ച്വലി അനാവശ്യമായിട്ട് ഓരോ കണ്ടസ്റ്റന്റിന്റെ മേളിലേക്ക്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും RJ ബിൻസിനെ ഇപ്പൊ എടുത്തിട്ട് ഈ യൂട്യൂബർമാരെല്ലാം അവിടെ ഏറിലാക്കുന്നത് ആ ഒരാഴ്ച ഈ ബിഗ് ബോസിനകത്ത് പുള്ളിക്കാരി ചെയ്തിട്ടുള്ള ആ ഒരു പ്രവൃത്തി വെച്ചു. പക്ഷെ ഒരു നോർമലി ഒരു മനുഷ്യന്റെ രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയില് വലിയ തെറ്റായിട്ട് അല്ല, എനിക്ക് വലിയ തെറ്റ് ഫീൽ ചെയ്യുന്നില്ല. നമ്മുടെ സൗഹൃദം ഇപ്പൊ RJ ബിൻസിയും അപ്പാനും നല്ല ഒരാഴ്ച ചെയ്തതിൻ്റെ പുറത്താണ് നമ്മളിത് പറയുന്നേ എന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരാഴ്ച ചെയ്ത കാര്യങ്ങൾ ഇപ്പം കുത്തി 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 പുറത്തോട്ട് വരാനുള്ളതിൻ്റെ റീസൺ RJ ബിൻസി എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ ഒരാഴ്ചത്തെ എപ്പിസോഡ് എടുത്ത് കൊണ്ടുവന്ന് അത് മുറിച്ച് കീറി പീസാക്കി റിയാക്ട് ചെയ്യുന്നില്ല. സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള സാധനങ്ങളാണ് എടുത്തിടുന്നത്. ഇപ്പോൾ നിങ്ങളാണെങ്കിലും ബൈറ്റിന് പോയ ടീമാണ്, നിങ്ങൾക്ക് ബൈറ്റ് എടുത്തിട്ട് ആ വഴി പോയാൽ പോരെ? നിങ്ങൾ അവരവിടെ കടന്ന് ഈ ചെയ്യുന്ന ഈ സാധനങ്ങളൊക്കെ വീഡിയോ എടുക്കേണ്ട ആവശ്യം എന്താ? നിങ്ങളെല്ലാവരും കൂടെ കയറി വീഡിയോ എടുത്ത് അതിൽ ഏതോ ഒരുത്തൻ ലീക്കാക്കിയത് കൊണ്ടല്ലേ ഈ വിഷയമായത്. അപ്പം അതിനെ പറ്റിയൊന്നും പറയാനില്ല. ട്രാവൽ ചെയ്ത് വരുന്ന സമയം നിങ്ങൾ പറഞ്ഞു എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഒരു നെഗറ്റീവും തോന്നുന്നില്ല, ഇത് കാഷ്വൽ. പിന്നെ എന്തിനാണ് നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഈ വീഡിയോ പുറത്തിടണ്ട എന്നുള്ളത്? നെഗറ്റീവ് കാണുന്നില്ല, നിങ്ങൾക്ക് അപ്പം തന്നെ ആ വീഡിയോ ഇട്ടാൽ പോരെ. പക്ഷേ ഇത് പുറത്ത് കോൺട്രവേഴ്സി ആവുന്ന മനസ്സിലായി നിങ്ങൾ ഇടായിട്ടാണ്. അപ്പം പറയുന്ന നിങ്ങൾക്ക് തന്നെ ഒരു മിസ്റ്റേക്ക് തോന്നിയിട്ടുണ്ട്. ആ ബൈറ്റ് നിങ്ങൾ എടുത്തു, ആ ബൈറ്റ് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചു, അതിൽ ഏതോ ഒരാൾ ഷെയർ ചെയ്തു. നിങ്ങൾ ഷെയർ ചെയ്യാത്തതിൻ്റെ റീസൺ ഇത് കോൺട്രവേഴ്സി ആവുമെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ നടന്നു കഴിഞ്ഞിട്ട് ഇപ്പം വന്നിട്ട് പറയുകയാണ് ആ ഒരു സാധനം കാണുമ്പോൾ എനിക്കൊന്നും തോന്നുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഈ ഒരു സാധനം ഇപ്പോൾ ഇവിടെ സോഷ്യൽ മീഡിയയിൽ പറയേണ്ട ആവശ്യം എന്താ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു നോർമലി ഒരു മനുഷ്യന്റെ രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയില് വലിയ തെറ്റായിട്ട് അല്ല, എനിക്ക് വലിയ തെറ്റ് ഫീൽ ചെയ്യുന്നില്ല. നമ്മുടെ സൗഹൃദം ഇപ്പൊ RJ ബിൻസിയും അപ്പാനും നല്ല സുഹൃത്തുക്കളാണ്. അപ്പാനിക്ക് ഒരു ഫാമിലി ഉണ്ട്. ആ ഫാമിലി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇത് അനാവശ്യമായിട്ടുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്ക് വ്യൂസിന് വേണ്ടിയാണ് നമ്മൾ പണ്ടേ ചെയ്താനേ ഇത്. അതെങ്ങനെയാ ഇതൊരു ചർച്ചയിൽ വരിക? ഇതെങ്ങനെയാ അതൊരു വിഷയമാവുക? നിങ്ങൾ തന്നെ പറയുന്നു ഈ വീഡിയോനൊരു കുഴപ്പമില്ല, ഈ വീഡിയോനൊരു മിസ്റ്റേക്കും ഇല്ല, ഈ വീഡിയോ കണ്ടാൽ ഇതിലൊരു പ്രശ്നവുമില്ല. പിന്നെ എങ്ങനെയാണ് ഈ വീഡിയോ ഒരു ഇഷ്യൂ ആവുക? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾ പോലും കോൺഫിഡൻ്റ് അല്ല വീഡിയോ പുറത്തിടാൻ. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം ഇത് വീഡിയോ ചർച്ച. ഒരു ഫ്രണ്ട്സും തമ്മിലുള്ള ബന്ധമാണ്, എന്താ ഒരു കുഴപ്പമില്ലല്ലോ. RJ ബിൻസി ഇറങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ചോദിച്ച ഇൻ്റർവ്യൂവിൽ വരെ ചോദിച്ചിട്ടുള്ള ഒരു സാധനം ഇത് മാത്രം, അപ്പാനിയായിട്ടുള്ള വിഷയം എന്താണ്. ഇപ്പോഴും RJ ബിൻസിനോട് ചോദിക്കുന്ന അപ്പാനിയായിട്ടുള്ള വിഷയം എന്താണ്? വെറുതെ ഡിസ്കസ് ചെയ്യുകയാണോ? എന്തുകൊണ്ടാണ് ജിസൈൽ ആര്യൻ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാത്തത്? അനീഷ് അനു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാത്തത്? ഇതിനെപ്പറ്റിയൊന്നും ആരും ചോദിക്കുന്നില്ലല്ലോ, ആരും സംസാരിക്കുന്നില്ലല്ലോ, ആരും ഡിസ്കസ് ചെയ്യുന്നില്ലല്ലോ. ഇതിലും കൂടുതൽ കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടുള്ള ടീമാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ. ഇതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരാണ്. ഇവരെ പേരിലൊന്നും ഡിസ്കഷൻ നടക്കുന്നില്ലല്ലോ. വെറും ഒരാഴ്ച ഉണ്ടായിരുന്ന ഈ RJ ബിൻസി അപ്പാനിയാണോ വിഷയമാവുന്നത്? അതൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കുക, എന്നിട്ട് പറ. ഒരു ആക്ടറാണ് പുള്ളിക്കാരൻ്റെതായിട്ടുള്ള ഒരു രീതിയുണ്ട്. പക്ഷെ ആ ഒരു വീഡിയോ നമ്മൾ നോർമലി കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പുള്ളി പെട്ടെന്ന് ഒരു ഫ്രണ്ട്സിനോട് കാണിക്കുന്ന ആ ഒരു പക്ഷെ അതിനകത്ത് കൈകൊണ്ട് എന്തോ ഒരു സംഭവം ഇങ്ങനെ അല്ല, അത് മനഃപൂർവ്വം ആവണമെന്നില്ലെന്നേ. ഇപ്പൊ നമ്മൾ ഈ വിനു സബ് മേ ബി RJ ബിൻസിയുടെയോ അല്ലെങ്കിൽ ഈ അപ്പാനിയുടെയോ ഏതോ വളരെ ക്ലോസ് ഫ്രണ്ട് ആണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം ആള് നല്ല രീതിയിൽ വെളുപ്പിക്കാൻ നോക്കുന്നുണ്ട്. തൊട്ടടുത്ത് നിൽക്കുന്ന സ്പെക്സ് ഇട്ടിട്ടുള്ള ആള് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് കൈയും കൊണ്ട് എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ടല്ലോ എന്ന്. പക്ഷെ ഈ പെർട്ടിക്കുലർ വ്യക്തി ഇങ്ങനെ ആക്കിക്കൊണ്ട് നിൽക്കുകയാണ്. സംസാരിച്ചോളൂ, നിങ്ങളുടെ അഭിപ്രായമാണ്, റെസ്പെക്ട് ചെയ്യുന്നു, ഫൈൻ. എന്തായാലും ബാക്കി കേൾക്കട്ടെ, വെളുപ്പിക്കലൊന്ന് കാണട്ടെ. തൊടുമ്പോഴത്തേക്ക് നമ്മളിവരെ തൊട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തൊടത്തില്ലേ, ആ ഒരു കൺസെപ്റ്റ് ചെയ്തതാണ്. കാരണം ബിൻസി റിയാക്ട് പോലും ചെയ്യുന്നില്ല. ബിൻസിക്ക് അതിനകത്തൊരു ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെയാണ് ബിൻസി അത് മാറ്റാലെ ചേർന്ന് ഒന്നും ചെയ്യുന്നില്ല. ബിൻസി അറിയണ പോലും ഇല്ല. അത് നോർമൽ ഒരു ഫ്രണ്ട്ലി രീതിയിൽ അങ്ങനെ പോയെന്നേ ഉള്ളൂ. പക്ഷെ ആ ഒരു പേരിൽ അനാവശ്യമായുള്ള വിവാദങ്ങൾ വരികയും ഇവരെ രണ്ടുപേരെയും ഡിഫെയിം ചെയ്യുന്ന രീതിയിൽ അവരുടെ ഒരു എന്താ പറയാ അവരെ ലൈഫിനെ സ്പോയിൽ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് ഇറക്കരുതെന്നുള്ളതാണ് എന്റെ പേഴ്സണൽ. ഇന്നലെ ഇന്നുമായിട്ടൊക്കെ പല യൂട്യൂബർമാര് ഈ ഒരു വീഡിയോ വെച്ചിട്ടാണ് ഇപ്പൊ റിയാക്ഷൻ ചെയ്തുകൊണ്ട്. ഇതൊരു തെറ്റായ ധാരണയാണ്. അതുകൊണ്ടാണ് ഞങ്ങളും ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാനായിട്ടുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്. കാരണം ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പം
നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ യൂട്യൂബേഴ്സ് ഒരു വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിൽ കയറി ഇടിച്ചു കയറി കളിക്കുന്നൊന്നുമില്ല. ഒരാളുടെ പേഴ്സണൽ ലൈഫും ഹാം ചെയ്യണമെന്ന് നമ്മൾ ആരും വിചാരിച്ചിട്ടില്ല. ഈ ഒരു ടോപ്പിക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന സമയത്ത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്യക്തികൾ എന്ന നിലയിൽ ഞങ്ങൾ അത് എടുത്തു, റിയാക്ട് ചെയ്തു, ഞങ്ങൾ വിട്ടു, അത്രയേ ഉള്ളൂ. ഇന്നും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ നിങ്ങൾ ഈ വീഡിയോ ഇട്ടുകൊണ്ടാണ്. നിങ്ങൾ ഈ വീഡിയോ ഇട്ടില്ലെങ്കിൽ വിട്ടേനെ. എൻ്റെ വീഡിയോൻ്റെ താഴെ തന്നെ കുറേ ആൾക്കാർ വന്ന് കമൻറ്റ് ഇട്ടിട്ടുള്ള ഒരു സാധനമാണ്, ഇത് AI വീഡിയോയാണ്, AI റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്, ഇതിൽ ശരിക്കും ഒരു സത്യമില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടു. ഇപ്പോൾ എൻ്റെ കമൻറ്റ് ഇട്ട ആൾക്കാർക്ക് ഞാൻ തെളിയിച്ച് തരികയാണ്, ഇവരൊക്കെ എടുത്തിട്ടുള്ള വീഡിയോ ആണിത്, ഇത് AI വീഡിയോ അല്ല എന്ന്. എന്തുവാ ഞാനിതിൽ പറയേണ്ടത്? ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്, ഇതൊക്കെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. എല്ലാവരും ഈ കണ്ടൻറ് എടുക്കുന്നുണ്ട്, എല്ലാവരും ഈ കണ്ടൻറ് റിലേറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്, ആരും സംസാരിക്കാണ്ട് നിൽക്കുന്നില്ല. അപ്പം അതുകൊണ്ട് അത് പറയണ്ട. പിന്നെ RJ ബിൻസി നമ്മളുടെ അതുൽ വ്ളോഗ്സിൻ്റെ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് ഇട്ടിരുന്നു. ആ കമൻറ്റ് ഞാൻ പറഞ്ഞുതരാം, ഒന്ന് വായിച്ചു തരാം. ഉളുപ്പില്ലാത്ത കുറേ എണ്ണം ഇതുപോലെ മറ്റുള്ളവരെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കി ജീവിക്കുന്നു. അവൻ്റെ തംബ്നെയിൽ കണ്ടില്ലേ? എടാ, ഇമാതിരി ഊളത്തരം കണ്ട് ഞാൻ കരയത്തില്ല, കഷ്ടം. ഇതിനൊക്കെ റിയാക്ട് പോലും ചെയ്യാൻ താല്പര്യമില്ല. എയറിലാണേലും ഇല്ലേലും ഐ ഡോണ്ട് കെയർ. അപ്പം ഇതാണ് RJ ബിൻസി ഈ ഇട്ട ഒരു കമൻറ്റാണ്. ഒരു 24 മിനിറ്റ്സ് മുമ്പ് എങ്ങാനും, ഇത്ര മുമ്പാന്ന് എനിക്കറിയില്ല. അതുപോലെ വീഡിയോൻ്റെ താഴെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ ആദ്യത്തെ ഒരു കാര്യം, റിയാക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് റെസ്പോണ്ട് ചെയ്യരുത്. ഈ വീഡിയോ ഫുള്ളിരുന്ന് കണ്ട് ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് എന്തോ കാര്യങ്ങൾ റിയാക്ട് ചെയ്യാണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിത് കാണാനോ മൈൻഡ് ചെയ്യാനോ അല്ല, ഇനി കണ്ടോ മൈൻഡ് ചെയ്യാണ്ട് നിൽക്കുകയെന്നാണ്. നിങ്ങൾ ഓൾറെഡി ഈ വീഡിയോ കണ്ടു, ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇട്ടു, അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. പിന്നെ നിങ്ങൾ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പല ടോപ്പിക്കുകളും എടുത്ത് സംസാരിക്കുന്നത്. ഈവൻ ഞാൻ ഉമ്മൻചാണ്ടിയുടെ മോനെ ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് മോൻ വീഡിയോ കാണാനോ റിയാക്ട് ചെയ്യാനും വേണ്ടിയിട്ടല്ല, ആ വിഷയത്തെക്കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കി ചെയ്യും അപ്പോൾ ഈ RJ ബിൻസി അനുവിനെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കിയല്ലേ ജീവിക്കുന്നത്? അനുവിൻ്റെ കുറ്റം പറയുന്നതുകൊണ്ട് മാത്രം ഇൻ്റർവ്യൂ കിട്ടുന്ന ആൾ RJ ബിൻസി, അല്ലാണ്ട് ഒരാഴ്ച ബിഗ് ബോസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാച്ചാന്ന് വിളിച്ച് നടന്നുകൊണ്ട് കിട്ടിയ കണ്ടന്റ് അല്ല. അനുവിനെ കുറ്റം പറഞ്ഞുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കി ഇൻ്റർവ്യൂ ചെയ്ത് കിടക്കുന്ന RJ ബിൻസി നമ്മളെ കുറ്റം പറയുന്നു. അയ്യോ, മറ്റുള്ളവരെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കി ചെയ്യുന്നു. അവൻ്റെ തംബ്നെയിൽ കണ്ടില്ല, ആളുടെ ചാനൽ, ആളുടെ തംബ്നെയിൽ ആൾക്ക് ഇഷ്ടമുള്ളത് ഇട്ടോട്ടെ. എടാ, ഇമാതിരി ഊളത്തരം കണ്ട് ഞാൻ കരയത്തില്ല. അല്ലേ RJ ബിൻസി കരയുന്ന ആരാ പറഞ്ഞേ? RJ ബിൻസിക്ക് തൊലിക്കട്ടി കുറച്ച് സൂപ്പർ അല്ലേ, നമ്മൾ ഓൾറെഡി കണ്ടതല്ലേ. ഇതൊക്കെയാണ് കഷ്ടം തോന്നുന്നു ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കാണുന്നത് കൊണ്ട്. നിങ്ങൾ വളരെ സ്ട്രോങ് ആണെങ്കിലും ഓപ്പോസിറ്റുള്ള വ്യക്തി അത്ര സ്ട്രോങ് ആയിട്ടാണോ ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്ക്, എന്നിട്ട് പറ. എന്തായാലും കുഴപ്പമില്ല, ഇപ്പോൾ ഒരു ക്ലാരിറ്റി വന്നു, നിങ്ങൾ കണ്ടിട്ടുള്ള വീഡിയോ ഒരു ജെനുവിൻ വീഡിയോ ആണെന്ന്. ഇനി നിങ്ങൾക്ക് ആ വീഡിയോനെ നിങ്ങളുടെ കാഴ്ചയിൽ ഏതർത്ഥം വേണമെങ്കിലും കൊടുക്കാം. ഫ്രണ്ട്സ് ആണെങ്കിൽ ഫ്രണ്ട്സ്, അറിയാണ്ട് തൊട്ടതാണെങ്കിൽ അറിയാണ്ട് തൊട്ടത്, ബൈ മിസ്റ്റേക്ക് കമ്പാന്ന് എഴുതി തൊട്ടാണെങ്കിൽ കമ്പാണ് തൊട്ടത്, അല്ലെങ്കിൽ അത് RJ ബിൻസി അല്ല എന്നാണെങ്കിൽ ബിൻസി അല്ല, തൊട്ടത് അപ്പാനി അല്ല എന്നല്ല, അല്ല. നിങ്ങൾ എന്താണോ പറയുന്നത് നമ്മളങ്ങ് സമ്മതിക്കും. ഓക്കെ.